ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടായതും ആ ടാബ്ലറ്റ് തുടങ്ങിയ അന്ന് മുതലാണ് ഈ നാക്കിന് തരിപ്പും തലകറക്കവും ബാലൻസ് പോകുന്ന ഫീലും ചെയ്തത്. വണ്ടി ഓടിച്ച് അവിടെ വരെ എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ വീണ്ടും കാണാം. ബൈ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസം കൂടിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. അതായത് ഞങ്ങള് അന്നക്കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മളാ പറഞ്ഞായിരുന്നു ഇച്ചായന് ഭയങ്കര പനിയാന്ന് പറഞ്ഞായിരുന്നു, കൗണ്ടൊക്കെ കൂടുതലാന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇച്ചായന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതായത് തലകറക്കം, നാക്ക് മരയ്ക്കല്, തലവേദന എന്ന് പറഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന വേദന, കിടന്നെടുത്തൊന്നും എണീക്കുന്നില്ലായിരുന്നു ഇച്ചായൻ കുറേ നാൾ. അതായത് ഇപ്പോൾ 5-6 ദിവസമായി നമ്മൾ വന്നിട്ട് ഇതുവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇവളാണെങ്കിൽ ഇവക്ക് ഫുൾ ടൈം 3 നേരം നെബുലൈസേഷൻ, ആൻറ്റിബയോട്ടിക്, അങ്ങനെ കുറേ ഇവക്ക്. അതിൻ്റെ കൂടെ ഇച്ചായന് സുഖമില്ലായിരുന്നു. ആ നേരത്ത് നമ്മൾ ആദിക്കുട്ടനെയും അമ്മീനെയും പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക്, അതൊന്നും നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല, അവരുടെ വീട്ടിലേക്ക്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവരോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇച്ചായന്റെ പനി ആയതുകൊണ്ട് അവനും മമ്മിക്കും വരണ്ടെന്ന് വിചാരിച്ചു. ഇനി അവർക്കും കൂടെ വരുവാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോവുമല്ലോ. ഞങ്ങൾ ആശുപത്രിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രാത്രി 10 ആയപ്പോൾ ഇവിടെ എത്തി. അവര് കട്ടപ്പന എത്തി. അങ്ങനെ അവര് ഇത്രയും ദിവസം അവിടെ ആയിരുന്നു. ഇപ്പോഴും ഇച്ചാൻ ഓക്കെ ആയിട്ടില്ല. അപ്പം നമ്മൾ ആന്റിബയോട്ടിക് 5 ദിവസമായിരുന്നു. 5 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം എനിക്ക് മൊത്തം ഭയങ്കര തലവേദനയാണ്. അതായത് കഫം കെട്ടി നിന്നിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ആവി എടുക്കുന്നുണ്ടായിരുന്നു, കൗണ്ട് കൂടുതലായിരുന്നു, 49 ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് 2-3 ദിവസം ആന്റിബയോട്ടിക് കഴിച്ചിട്ട് പപ്പാടി പോയി കൗണ്ട് ചെയ്യാൻ നോക്കി. അപ്പൊ 19 ആയി. അപ്പൊ ഞാൻ ഓർത്ത് കുറയുന്നുണ്ടല്ലോ എന്ന് ഓർത്തു. കുറയുന്നുണ്ട്, എന്നിട്ടും തലവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതുപോലെ തലകറക്കം, ഇവിടെ ഒരു ഇയർ ബാലൻസ് പോകുന്ന ഒരു ഫീൽ. അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്യാം അങ്ങനെ പോലത്തെ ആയിരിക്കും. ഉറക്കമില്ല. 5 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു അരമണിക്കൂർ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ആ ടാബ്ലറ്റിന്റെ വല്ല സൈഡ് എഫക്റ്റ് ആയിരിക്കും ഒന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കരമായ സൈഡ് എഫക്റ്റ്. അതായത് ഇച്ചാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് ആ സൈഡ് എഫക്റ്റിൽ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് നിർത്താൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കണമെന്നോ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ടാബ്ലറ്റ് അറിയത്തില്ല, കണ്ടിന്യൂസ് കഴിക്കുകയും ചെയ്തു. നമ്മൾ ഗൂഗിൾ ഒന്നും ചെയ്ത് നോക്കും. നമ്മൾ ആരും മരുന്ന് മേടിക്കുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇച്ചായന്റെ കഫക്കെട്ടിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇത്. തലയ്ക്കുള്ള എല്ലാം കഫക്കെട്ട് കയറിയിട്ടാണ് ഇതെന്ന് നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കുള്ളൂ. നമുക്കൊരു അസുഖം വന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ബുദ്ധിമുട്ടുകളായിരിക്കും വിചാരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടർമാരുടെ ഭാഗത്ത് തെറ്റെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം അവർ പറഞ്ഞു തരണം ഇങ്ങനെയുള്ള ടാബ്ലറ്റുകൾ കൊടുക്കുമ്പോൾ. കാരണം അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, പാൽ ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിലുള്ള സാധനം ഒരു കാരണവശാലും കഴിക്കരുത്. ഞാനാണ് രാവിലെ ഏറ്റ് വരുമ്പോൾ ഇവിടെ ചായ എടുത്ത് വെക്കും. ഞാൻ ആ ഒരു ഗുളികയും പൊട്ടിച്ചിട്ട് ഏറ്റ് വരുമ്പോഴത്തേക്കും ചായ പല്ലൊക്കെ തെച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി നടക്കും. ഞാൻ ആ കൂടത്തിലൊക്കെ ചിലപ്പോൾ ഗുളിക എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആ കൂടത്തിൽ കഴിക്കാൻ പാടില്ല. പിന്നെ എന്നാടി, പിന്നെ സൺലൈറ്റ് എക്സ്പോസ് ചെയ്യരുതെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വെയിൽ കുറേ സമയം വെയിൽ കൊണ്ടുപോവാ. കുറച്ച് വാഴയൊക്കെ അതൊന്ന് നനയ്ക്കാൻ പോയി, പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് തല കറങ്ങുന്നു. നാക്ക് മരവിക്കുമായിരുന്നു, നാക്ക് മരച്ചു. അപ്പം എനിക്ക് സംശയമുണ്ട്, ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണല്ലോ തലയുടെ ഞരമ്പ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ കഫമെല്ലാം കയറി തിങ്ങി നിറഞ്ഞിട്ട് ഞരമ്പിനെ ബാധിച്ചേക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർത്തോണ്ടാണ് പിന്നെ അത് വെച്ചോണ്ടിരുന്നത്. ഇന്നലെയാണ് ഇവളിങ്ങനെ ആ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത്രയും ഭയങ്കരമായ ഫിറ്റ്സ് ഉണ്ടാവും, ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഡോക്ടറിന്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ഞാൻ അവിടെ ഓൾറെഡി ഇച്ചായൻ ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്ന കാര്യം അവിടെ പറഞ്ഞു. എല്ലാ മരുന്നുകളുമായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ച് അത് മൊത്തം ഡോക്ടറെ കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പുള്ളി ഈ ഗുളിക തന്നത്. നമ്മുടെ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ ചിലർക്കായിരിക്കും സൈഡ് എഫക്ട് വരുന്നത്, എങ്ങനെയാന്ന് അറിയത്തില്ല. എന്തായാലും ഇച്ചായന് ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് ഇപ്പൊ നമ്മള് എന്തായാലും ഇന്നലെ രാവിലെ മരുന്ന് കഴിച്ചതാ. അപ്പൊ ഇന്നാകുമ്പോഴേക്കും ആ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെ മാറി നോർമൽ ആവും. ഒരു 24 ഹവറെങ്കിലും അതിന്റെ മെഡിസിന്റെ എഫക്ട് അതുകൊണ്ട് പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴും അങ്ങനെ തന്നെയാണ്. തലവേദന അതുപോലെ എടുക്കുന്നുണ്ട്. അതുപോലെ ഇയർ ബാലൻസ് പോലെ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ച് അവിടം വരെ എത്തുന്നതിന് എനിക്ക് സംശയം. വണ്ടി ഓടിക്കാൻ പാടില്ല ഈ അവസ്ഥയിൽ. കാരണം തല കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നാക്ക് മരച്ചു പോവാണ്. ഇപ്പോൾ ഇരിക്കുന്നിടത്തും ചാടി എണീറ്റാൽ ബാലൻസ്, ഞാൻ എവിടെയും പിടിച്ച് വേണം നിൽക്കാനായിട്ട്. അത്രയും ബാലൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ
അപ്പൊ എന്തായാലും ഇന്നൊന്ന് എന്തായാലും ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചു നോക്കാം. എന്തായാലും അവരെ ഒന്ന് കൂട്ടണം. കാരണം തിങ്കളാഴ്ച തൊട്ട് ആദ്യക്കുട്ടിനെ സ്കൂളിൽ വിടണമെന്നാണ് വിചാരിക്കുന്നത്. അറിയത്തില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ പനി കുറവുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും ആദ്യനും അമ്മീനെ കൂട്ടിക്കൊണ്ട് വരാനും കൂടെ ഈ ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിക്കാം. എന്താ സംഭവം? കാരണം എനിക്ക് വേറെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, വേറെ ഒന്നിനും കുഴപ്പമില്ല. പക്ഷെ എന്റെ ഈറിന്റെ നമുക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു. അത് നല്ലപോലെ അറിയാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുന്നേറ്റ് കട്ടിലേറ്റ് നടക്കാൻ തുടങ്ങിയ കിടക്കുമ്പോ കുഴപ്പമില്ല. എണീറ്റ് നടക്കുമ്പോഴേക്കും എവിടെയും കുറച്ച് നേരം ഇരിക്കുക, ഇരുന്ന് കഴിഞ്ഞാൽ തല ഇറങ്ങുകയും നാക്ക് മരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുപോലെ. നമ്മൾ പല്ലൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ കിടന്ന് നാക്ക് മൊത്തം ആടുന്ന എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെ ഇയർ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഉണ്ടായിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ, എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും ന്യൂറോയുടെ സംബന്ധമായ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ന്യൂറോളജിസ്റ്റിനെ കാണും. ഇപ്പൊ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ പറയുമല്ലോ ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് പോയി കാണിച്ചു നോക്കട്ടെ, എന്നാ പറയാന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന ഇവിടെ വന്നതിന് ശേഷം വീഡിയോ എടുക്കണം. ഞങ്ങൾ അന്ന് ഭയങ്കര അലക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അന്നാണെങ്കിൽ ആ ഗുളിക എന്താ പറയുക, അന്ന് രാത്രി ഞാൻ രാവിലെ കഴിക്കേണ്ട ഗുളിക അന്ന് തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് രാത്രിയിലാണ്. എന്നാലും അത് കൃത്യമായ ഇടവേളകളിൽ ആ ഗുളിക കഴിച്ച് 24 മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കാൻ ആ ഗുളിക തന്നിരുന്നത്. അതായത് എല്ലാ ദിവസവും രാവിലെ. പക്ഷെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ആകെ 5 ഗുളിക അത് തന്നുള്ളൂ. ഞാൻ ആ ഗുളികയുടെ വില നോക്കിയിട്ടാണ്ട് 48 രൂപ ആ ഗുളികയ്ക്ക് വരുന്നുള്ളൂ. പക്ഷെ ആ ഗുളിക അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. ഗുളികയുടെ ആയിരിക്കും. കാരണം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതേ സെയിം സാധനങ്ങളാണ് കാണിക്കുന്നത്. ഇനിയിപ്പം ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ പറയാൻ ഇനി ഗുളികയുടെ ആയിരുന്നോ വേറെ വല്ലതും ആണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും പോയി നോക്കിയിട്ട് കിളിയും പോയിരിക്കുകയാണ്. നോക്കട്ടെ എന്തായാലും അല്ലേ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നതിന്റെ ബാക്കി എന്നാന്നുള്ളത് ഡോക്ടർ പറയുന്നത് ഡോക്ടറെ കണ്ടിട്ട് പറയാം. അപ്പൊ ശരി, ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി. ശരി. ഹലോ, ഞാൻ ഡോക്ടറെ കണ്ടു. ഇവിടെ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വന്നാണ് ഡോക്ടറെ കണ്ടത്. ന്യൂറോയെ കണ്ടു. സത്യത്തിൽ എനിക്ക് വരണ്ടായിരുന്നു തോന്നിപ്പോയി. ഞാൻ വിശേഷമൊന്നും പറയുന്നില്ല. അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുന്നത് നല്ലതെന്ന് അവർക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നി. അതായത് വിശേഷങ്ങൾ ചോദിച്ചതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു ആന്റിബയോട്ടിക്കിന്റെ ആയിരിക്കാം. 7 ദിവസം നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ വരാൻ പറഞ്ഞു. മെഡിസിൻ എന്തായാലും എഴുതുന്നില്ലെന്നും പറഞ്ഞു. മെഡിസിൻ എഴുതിയാലും ഞാൻ മേടിക്കത്തില്ലായിരുന്നു. ചുമ്മാ മെഡിസിൻ എഴുതി ഒരിക്കലും ഞാൻ മേടിച്ച് കഴിക്കില്ല ഇനി. കാരണം എന്താണ് അതിനുള്ള കാരണം ഒന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം മരുന്ന് കഴിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ ഇവർ എഴുതി തരുന്ന മരുന്ന് കഴിച്ചാൽ നമ്മൾ ചത്തുപോകുള്ളൂ. അപ്പോൾ മരുന്നുകൾ ഇപ്പോൾ തന്നെ ഒരുപാട് ഓവർലോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അവിടുന്ന് ഷേണൈസിന്ന് തരുന്ന മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകളും കൃത്യമായിട്ട് അവർ നോക്കിയിട്ടാണ് ആ മരുന്നുകളെല്ലാം തരുന്നത്. ആ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടായതും. ആ ടാബ്ലറ്റ് തുടങ്ങിയ അന്ന് മുതലാണ് ഈ നാക്കിന് തരിപ്പും തലകറക്കവും ബാലൻസ് പോകുന്ന ഫീലും ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ജലദോഷം കൊണ്ടാണെന്ന് ഓർത്തുകൊണ്ടാണ് അത് വെച്ചുകൊണ്ടിരുന്നത്. ആ മരുന്ന് തീർന്നതിന് ശേഷവും കുറയാതെ വന്നപ്പോഴാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ടാബ്ലറ്റാണെന്നും അത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ചിലർക്ക് ഉണ്ടാകാമെന്നും കണ്ടത്. ചിലപ്പം ഇപ്പം പുള്ളിയാളും പറഞ്ഞു, ചിലപ്പം 1000 പേര് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം കാണുകയില്ല. 1,00,000 പേര് കഴിക്കുമ്പോൾ ചിലപ്പം ഒരാൾക്ക് ചിലപ്പം പ്രശ്നം സംഭവിക്കാം. പറയാം, അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് എന്താ പറയുക, ഒരാഴ്ച എങ്കിലും ഒന്ന് നോക്കിയിട്ട് ഒരാഴ്ച ലാസ്റ്റ് പറഞ്ഞതിൽ കുറച്ച് കാര്യം നമുക്കറിയാവുന്ന കാര്യം ഉദ്ദേശിച്ച കാര്യം തന്നെ പറഞ്ഞുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയിട്ട് ഈ ബാലൻസ് പോകുന്നത് അന്നേരപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് കാര്യമുള്ളെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്താ പറയുക, ആവശ്യമുള്ളതില്ലാത്തതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അസ്ഥി സംബന്ധമായ കാര്യങ്ങളിലേക്കൊക്കെ ഡോക്ടർ പോയി. ഞാൻ ഹാർട്ടിലേക്ക് പോയി. കാരണം ഞാൻ അവിടുത്തെ കഴിക്കുന്ന മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡോക്ടറെ കാണിച്ചു വെച്ചപ്പോൾ ഡോക്ടർ അതെന്തിനാണ് കഴിക്കുന്നത്, ആർത്രൈറ്റിസ് ഉണ്ടെന്ന് ആരോ പറഞ്ഞു എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ഡോക്ടർ ചോദിച്ചു.
അനാവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത് അടുത്ത് ഇടപെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെവിടെയാണ് ആദ്യം കാണിച്ച്, ഇതിന് മുമ്പ് ആരെ കാണിച്ച്, അവർ പറഞ്ഞു ആർത്രൈറ്റിസ് ഉണ്ടെന്ന്. എനിക്ക് പോലും ഇല്ലല്ലോ അങ്ങനെയുള്ള ഇത് പറഞ്ഞു. ജോയിൻറ്റ് പെയിന്, എൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ വളച്ച് ഇത്രയും വളച്ചിട്ട് പറഞ്ഞു അത്രയും കൈ വളയുമല്ലേ, അപ്പോൾ എൻ്റെ കൈയൊന്നും ഇത്രയും വളയുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പിന്നെ എൻ്റെ വിരലിങ്ങനെ വളച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് മുട്ടിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മുട്ടാകായപ്പോൾ മേലെടുത്തു. ഡോക്ടർ പറഞ്ഞു അത്രയും പോകുമല്ലേ, എൻ്റെ ഇത്രയും വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കാണിച്ചു. ഓരോരുത്തരുടെ അതൊന്നും ഡോക്ടർ നോക്കേണ്ട കാര്യം, നമുക്കത് അറിയാം, നമുക്കതൊക്കെ ശരിയാതല്ല പോട്ടെ, അതൊന്നും അല്ല എൻ്റെ വിഷയം. അപ്പം ഡോക്ടർ പറഞ്ഞു അതല്ല എൻ്റെ വിഷയം, എനിക്ക് പെടലിക്ക് മേലോട്ട് എനിക്ക് പ്രശ്നമുള്ളൂ, താഴോട്ടുള്ള പ്രശ്നമൊന്നും അത് കാര്യമാക്കണ്ട, അത് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അത് എന്നെ കാരണങ്ങളാണെന്നെല്ലാം കൃത്യമായിട്ട് എനിക്ക് ഡോക്ടറേക്കായി കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. അത് അഹങ്കാരം കൊണ്ടല്ല, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം അളന്ന് മുറിച്ച് ഓരോ ഭാഗങ്ങളും പഠിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഓരോ ഡോക്ടർമാരും പഠിച്ച് ലാസ്റ്റ് ആ ഡോക്ടർ കൃത്യമായ കാര്യങ്ങൾ ഓരോ ബ്ലഡ് ടെസ്റ്റിലൂടെ കാണിച്ച് പറഞ്ഞു തന്നേക്കുന്ന ഈ ഡോക്ടർക്ക് ഒരിക്കലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അത് അതിൻ്റെ ഡോക്ടർ അല്ല താനും, ന്യൂറോയുടെയാണ്. അപ്പോൾ ആർത്രൈറ്റിസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇവിടുത്തെ അസ്ഥിയുടെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെയൊക്കെ നമ്മൾ വർഷങ്ങൾ ഇവിടുത്തെ മരുന്ന് കഴിച്ചാണ് ഒരു പ്രയോജനം ഉണ്ടാവാതിരുന്നത്. നമ്മൾ തൊടുപുഴ പോയിട്ട് 6-7 മാസം മരുന്ന് കഴിച്ചു. അതേ മരുന്ന് അവിടുത്തെ അസ്ഥിയുടെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഡോക്ടർ ഷേണായിയെ പോയി കാണും, മേ ബി നിങ്ങൾക്കത് ഗുണം ചെയ്യുമെന്ന് പുള്ളി പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ ആ സമയത്ത് പോലും നമ്മൾ അങ്ങോട്ട് പോകാതെ, കാരണം ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാതെ 1 മാസമൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ്. ആ സമയത്ത് പെയിൻ കാരണമാണ് നമ്മൾ നേരെ ആസ്ട്രലിലോട്ട് പോയത്. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ലിഗമെന്റിന്റെ ഒരു സംഭവം ടയർ ഉണ്ടെന്നും, അപ്പോൾ അത് ഏതാ ഇപ്പോൾ ടയറാ പൊട്ടി, എവിടെയാ പൊട്ടിയേക്കുന്നത്, എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളി എന്നോട് എനിക്കറിയാവോ, അതിന്റെ സ്കാനിങ് റിപ്പോർട്ട് കയ്യിലുണ്ടോ, ഫിലിമുണ്ടോ? ഞാൻ അതിനല്ല വന്നത്. എനിക്ക് തലയ്ക്ക് മേളിലേക്ക് ഈ പ്രശ്നം ഈ ഒരു ടാബ്ലറ്റ് ആണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്കറിയാം, ഞാനിത് കഴിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ നാക്ക് മരയ്ക്കുന്നതും തലയ്ക്ക് ബാലൻസ് പ്രശ്നം വന്നതും. അത് ടാബ്ലറ്റ് അതെന്തെങ്കിലും പ്രതിവിധിയോ അല്ലെങ്കിൽ അത് ഇത്ര ദിവസം കഴിയുമ്പം മാറുമോ എന്നുള്ള അത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്. അപ്പോഴാണ് പറഞ്ഞത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ 1000 പേര് കഴിച്ചാലും ആ ഒരു ടാബ്ലറ്റിന് പ്രശ്നം വരത്തില്ല. ചിലപ്പോൾ ഒരു 1,00,000 പേര് കഴിക്കുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ മേ ബി പ്രശ്നം ഉണ്ടാവാം. അതുകൊണ്ട് ഒരു 7 ദിവസം നോക്ക്, വെയിറ്റ് ചെയ്യുക. പനിയൊക്കെ ഉണ്ടായിരുന്നതല്ലേ, അത് കഴിഞ്ഞിട്ടും കുറയുന്നില്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഞാൻ നോക്കിയിട്ട് കാര്യമുള്ളെന്ന് പറഞ്ഞു. ഓക്കെ, അത്രയും ആ ഡോക്ടർ പറയേണ്ട ആവശ്യമുള്ളൂ, അത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഈ ടാബ്ലറ്റുകൾ കഴിക്കുന്നുള്ളത് കൊണ്ട് ഇനി ഇതും കൂടെ ക്ലാഷ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അത് വാങ്ങാൻ വഴിയില്ല. കാരണം നമ്മൾ അവിടെ തന്നെ ഓൾറെഡി ഡോക്ടറെ ഇതെല്ലാം കാണിച്ചിട്ടാണ് ഈ മരുന്ന് ഇൻഫോം ചെയ്തായിരുന്നു. അവരിപ്പോഴും ഇവിടെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അവരും വിളിക്കുന്നത്. അപ്പൊ അവര് ജസ്റ്റ് വേറെ ഒന്നും അപ്പൊ അവര് നേരപ്പോഴും എടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു ആ ടാബ്ലറ്റിന്റെ ആയിരിക്കാം, നമ്മുടെ മരുന്ന് കൊണ്ട് ഒരു രീതിയിലൊരു പ്രശ്നം അത് വരത്തില്ല. കാരണം ഇത്രയും നാളും പ്രശ്നങ്ങൾ ഉണ്ടായില്ല, 6 മാസമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഈ പനി വന്നു വെച്ച് ഈ ടാബ്ലറ്റ് എടുത്തപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടൊരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പോവായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ മാത്രം ബാക്കി നോക്കിയാൽ മതിയല്ലോ. പോകുമെന്ന് തന്നെയാണ് അവരുടെയും വിശ്വാസം, എൻ്റെയും വിശ്വാസം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതുമൂലം ഈ മരുന്ന് കഴിച്ചുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നോർത്താണ്. ഇത്രയും ബാലൻസ് പ്രശ്നം ഈ നാക്കിലെ മരപ്പൊക്കെ വരുന്നതുകൊണ്ടാണ്. അത് അറിയാൻ വേണ്ടി പേടി, അതെ, അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ഇപ്പം ഡയറക്റ്റ് മരുന്നിലേക്ക് എഴുതിയാൽ പോലും ഞാനത് വാങ്ങില്ലായിരുന്നു. കാരണം ചുമ്മാ കണ്ടെഴുതുന്ന മരുന്ന് ഒരിക്കലും ഈ ഒരു ഇതിലേക്ക് വന്നപ്പം കണ്ടെഴുതിയിട്ട് കാര്യമില്ല. അത് എന്താണെന്ന് കൃത്യമായിട്ട് ഒന്നെങ്കിൽ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെതായ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് കൃത്യമായ മരുന്ന് അതിന് വേണ്ടത് മാത്രം കഴിക്കുകയാണെങ്കിൽ കറക്റ്റ് അത് ഫലം ചെയ്യില്ല. ഒരു കറക്കി കുത്തിയുള്ള മരുന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മേടിക്കത്തില്ലായിരുന്നു. അപ്പോൾ മരുന്ന് തന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നുണ്ടായ വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയാം ചിലപ്പോൾ ഒരാഴ്ച ഇരിക്കുമ്പോൾ ഇത് മാറുമായിരിക്കാം, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം. പക്ഷെ മാറിയില്ലെങ്കിൽ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പറ്റുന്നില്ല, അതാണ് നമുക്ക് നേരെ നിൽക്കാൻ വരുന്നത്. പുള്ളി പറയുന്ന ചാടി ഏൽക്കുമ്പോഴല്ലേ സംഭവിക്കുന്നത്. ഇരുന്നേ ചേക്കുമ്പോൾ നോർമൽ ഇത്ര നാൾ ഇരുന്നേ ചേട്ടപ്പോൾ സംഭവിച്ചില്ല. എന്നാൽ ഇത്രയും പറഞ്ഞാൽ മതി ചേട്ടാ, ആ ടാബ്ലറ്റിൻ്റെ ആണ്, അല്ലെങ്കിൽ
ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പലതും ഗൂഗിൾ വരുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയും. അത് ശരിയൊക്കെയാ, ഇല്ലെന്നല്ല, നമുക്ക് ആ ഗൂഗിളിൽ നോക്കിയ സംഭവം, നമുക്ക് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഗൂഗിളിൽ നോക്കിയത്, അല്ലാതെ ഗുളിക കഴിക്കുന്നതിന് മുന്നേ ഗൂഗിളിൽ നോക്കിയിട്ട് ഇന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടിട്ട് നമുക്ക് സിംറ്റംസ് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിൻ്റെ ആ ഇതിൽ ചിലപ്പം അയ്യോ ഇതെല്ലാം എനിക്കുണ്ടോ എന്ന് വരും. പക്ഷെ ഇതങ്ങനെയല്ല, ഇതെല്ലാം എനിക്ക് ഉണ്ടെന്നും പറഞ്ഞു വെച്ചിട്ടാണ് ഗൂഗിളിൽ നോക്കുമ്പോൾ അതെല്ലാം ഉണ്ട്. അല്ല, അവര് ഷെണായിസ് വിളിച്ചപ്പോഴും അവരും പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ, അതിന്റെ സൈഡ് എഫക്റ്റുകളാണ് അത് അവരും ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അവരന്നേരം പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടല്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണാം. നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത്, അത് അടുത്ത 2ാം ഭാഗമായിട്ടേ ഉള്ളൂ. കാരണം അതെ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.